بسم الله الرحمن الرحيم യസ്വയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ, റമളാൻ ക്യാമ്പയിൻ. والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأرهقه السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث، ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ويل للنساء من الأحمرين الذهب والمعسكر. صدق محمد رسول الله صلى الله عليه وسلم. ആദരണീയരായ
MLA അവറുകൾ, മറ്റു സാദാത്യങ്ങൾ, ഉസ്താദുമാര്, പ്രമുഖ വ്യക്തിത്വങ്ങൾ, സരസ്വതിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം തുടർന്നു വരുന്ന ചതുർദിന റമദാൻ പ്രഭാഷണത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത് സൂറത്തുൽ അഹ്ഖാഫിലെ ഒരു വചനവുമായി ബന്ധപ്പെട്ട് 40 കഴിഞ്ഞവന്റെ പ്രാർത്ഥന, ഇതാണ് നാം അവതരിപ്പിച്ചത്. അഥവാ 40 വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കണം, മുന്നോട്ട് നോക്കുമ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് ആലോചിക്കണം, പിന്നോട്ട് നോക്കുമ്പോൾ എന്തായാലും മക്കളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ വയ്യ. ഇത് ഭംഗിയായി കിട്ടണമെങ്കിൽ ഈ 3 മേഖലയും നമ്മുടെ സ്വന്തവും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും സന്തോഷകരമായി കിട്ടണമെങ്കിൽ എന്തു വേണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സമയം കിട്ടിയിട്ടില്ല, കിട്ടിയ സമയത്തിനുള്ളിൽ ചെറുതായി നമ്മൾ അവതരിപ്പിച്ചു. വളരെ സന്തോഷത്തോടെ നാം കേട്ടു പിരിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോഴും നിങ്ങളോടായൊരു ചോദ്യം ചോദിക്കണം. ആ പ്രഭാഷണത്തിന്റെ ഗുണഫലമായി പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കളുമായി നന്നാവാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇല്ലേ? വഴിതെറ്റി സഞ്ചരിക്കുന്ന മക്കള്, നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ നമുക്ക് ധർമ്മസങ്കടത്തിലാണ് മുസ്ലിമീങ്ങളിൽ. എവിടെ നോക്കിയാലും മുഴുവൻ അനാശാസ്യങ്ങളിലും തോന്നിയാസങ്ങളിലും ഉമ്മത്തിന്റെ മക്കളെ കാണുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കലിമയെ സ്നേഹിക്കുന്നവർ മനസ്സറിഞ്ഞ് വേദനിക്കും. ഉമ്മത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് വേദനിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മക്കള് ഇത്തരം ദുര്യോഗങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് വേദനയുണ്ട്. അതിന്റെ കാരണവും ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് ഭൗതിക ലെവലിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാ കോഴ്സും പൂർത്തിയാക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 6000-ൽ പരം വരുന്ന വചനങ്ങളില് ഒരു വാക്കിന്റെ സാരം പോലും അറിയാത്ത ഒരു ദുരവസ്ഥ ഈ ഉമ്മത്തിന് ഉണ്ടാവാൻ പാടില്ല. അതിന് പരിഹാരമെന്ന നിലക്കാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ആമുഖം നീട്ടുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുന്നു. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ കടന്നു വരാത്ത ഒരു ഭാഗവുമില്ലെന്ന് പറയാം. ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങൾ, സൂറത്തു ആലു ഇമ്രാനിന്റെ 14-ാം വചനം, അതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് എത്ര അപ്പക്കഷ്ണങ്ങളുണ്ട്, മനുഷ്യൻ കൊതിക്കുന്ന, കൊത്തിയെടുക്കാൻ, വാരിയെടുക്കാൻ കൊതിക്കുന്ന എത്ര അപ്പക്കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു സൂറത്തു ആലു ഇമ്രാനിന്റെ 14-ാം വചനത്തിൽ അത് വിശദമായി പറഞ്ഞു. ശഹവാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ട് ഭൗതിക താൽപര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ അപ്പക്കഷ്ണങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഇമ്പമുള്ള ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യരായ നമുക്ക് ഇമ്പമുള്ള കുറെ കേസുകൾ അതേതൊക്കെയാണ്? മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആം വൽ ഹർസ്. 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളോട് താല്പര്യമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഈ 6 കാര്യങ്ങൾക്ക് അപ്പുറത്ത് ദുനിയാവിൽ ഒരു സംഗതിയും ഉണ്ടാവില്ല. ഈ 6 ഒതുങ്ങും ദുനിയാവ്. അടിസ്ഥാനപരമായി ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങൾ ഈ 6 1 പെണ്ണ്, 2 മക്കള്, 3 കുന്നുകൂടിയ സമ്പത്ത്, 4 മേത്തരം വാഹനങ്ങള്, 5 കൃഷിയിടങ്ങള്,
6 നാൽക്കാലികൾ. ഇങ്ങനെ 6 സംഗതികളാണ് ഈ ഭൂമിയിലെ അപ്പക്കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് മുസൽമാനായ മനുഷ്യന് അനുവദിക്കപ്പെടുമെന്നോ അനുവദിക്കപ്പെടില്ല എന്നോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇവിടെയൊക്കെ പലപ്പോഴും ഇതിനെ സമീപിക്കുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റാറുണ്ട്. തെറ്റുപറ്റരുത്, കൃത്യമായിട്ട് തന്നെ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തില് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കാഴ്ചപ്പാട് അല്ലാഹു തആല ഈ വിഷയത്തില് കൈക്കൊണ്ട സമീപനം ഒന്നാഴത്തിൽ ആലോചിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ മുസ്ലിമിനുള്ളതാണ്, മുസ്ലിം അല്ലാത്തവനുമുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഈ ദുനിയാവിലെ മുഴുവൻ പടപ്പുകളും പടച്ചറബിന്റെ പടപ്പുകളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉള്ളതാണ് ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ, ഒരാൾക്കായിട്ടല്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നസ്രാനിക്ക് ഭക്ഷണം കൊടുക്കാതെ ഇറക്കി വിട്ടപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ടിട്ട് 19 കൊല്ലക്കാലം അയാൾ നസ്രാനിയായതിന്റെ പേരിൽ അയാളുടെ വായു ഞാൻ നിഷേധിച്ചിട്ടില്ല, അയാളുടെ ഭക്ഷണം ഞാൻ നിഷേധിച്ചിട്ടില്ല, അയാളുടെ ഭക്ഷണ വെള്ളം ഞാൻ നിഷേധിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ വെള്ളം കൊടുത്തെങ്കിലും ഞാൻ ഭക്ഷണം കൊടുത്തെങ്കിലും അദ്ദേഹം കഴിക്കൂ കുടിക്കൂ എന്നല്ലേ? എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് 19 കൊല്ലക്കാലം ഈ വക വിഭവങ്ങളൊന്നും നിഷേധിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ദിവസം അയാൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരില് അയാൾ മരിച്ചു പോകുമോ ഇബ്രാഹിം നബിയെ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി കരഞ്ഞ് എന്നെ വിരുന്നു സൽക്കരിച്ചോ എന്ന് ചോദിച്ച നസ്രാനിയുടെ പിന്നാലെ ഇറങ്ങി വന്ന കഥ പലപ്പോഴും നമുക്ക് കേട്ടതും അറിയാവുന്നതും ഒക്കെയാണ്. അതിലേക്ക് ഞാൻ വരുന്നില്ല. ദുനിയാവ് എല്ലാവർക്കുമുള്ളതാണ്. ഖുർആൻ പറഞ്ഞു, ഈ മണ്ണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് അവന്റെ പടപ്പുകൾക്ക് മുഴുവനും, മുസ്ലിമിനെന്നില്ല അമുസ്ലിമിനെന്നില്ല, ജന്തുക്കൾക്ക് മനുഷ്യേതര ജന്തുക്കൾക്കെന്നില്ല, എല്ലാവർക്കും ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയാണ് ഈ ഭൂമിയിലെ വിഭവങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തയ്യാറാക്കി സംവിധാനിച്ചിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു, വൽ അർള വദഅഹാ ലിൽ അനാം. അപ്പോൾ അവിടെ വിശ്വാസിക്കായിട്ട് ഇത് തടയപ്പെടോ? ഒരിക്കലും തടയപ്പെടൂല. വിശ്വാസിക്കുണ്ട്, വിശ്വാസിക്ക് ഇത് നൽകപ്പെടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹവും ഇതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്ത്? നമുക്ക് ദുനിയാവ് ആസ്വദിക്കാൻ ഭാഗ്യം തന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ അൽ അദ്ലു ജല്ല ജലാലു, നീതിമാനായ റബ്ബ് ദുനിയാവ് ഒരു ടീമിനും ആഖിറ ഒരു ടീമിനും മാറ്റിവെച്ചിരുന്നെങ്കിൽ അത് നീതിയല്ലാന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആര് പറഞ്ഞോ അവന്റെ വീട്ടിൽ അവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടും. അത് അള്ളാഹുവിന്റെ ഒരു നിയമമായിരുന്നുവെങ്കിൽ നമുക്കതിനെ വിമർശിക്കാൻ കഴിയോ? കഴിയൂലായിരുന്നു. അള്ളാഹുവിന്റെ അതില് അള്ളാഹുവിന്റെ നീതിക്ക് കോട്ടം തട്ടുമായിരുന്നു. അതുമില്ല. കാരണം എന്താ? എന്നെ അനുസരിക്കുന്നവർക്ക് ഞാൻ 99 അനുഗ്രഹങ്ങളുടെ സുഖങ്ങൾ ഒത്തുകൂടിയ സ്വർഗം നൽകുന്നില്ലേ? ആകെ ഒരനുഗ്രഹം മാത്രം ഈ ഭൂമിയിൽ ഇറക്കിയിട്ട് അതിന്റെ പൊട്ടും തെല്ലും നിങ്ങൾക്ക് ഞാൻ നിഷേധിച്ചെങ്കിൽ ഞാൻ എങ്ങനെയാ നീതിമാനല്ലാതിരിക്കുന്നത്? അനുസരിക്കാത്തവർക്ക് ദുനിയാവ്, അനുസരിച്ചവർക്ക് ആഖിറം. അങ്ങനെ ആക്കിക്കൂടായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ചെയ്തില്ല. നമ്മൾക്കും തന്നു ദുനിയാവ്. അത് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ റഹ്മത്താണ് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നു. സൂറത്തുൽ റഅദിൽ അല്ല സൂറത്തുൽ സുഖ്റുഫിൽ അള്ളാഹു ഈ കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ജനങ്ങളെല്ലാം കൂടെ ഒരു ഉമ്മത്തായി പോകുമെന്ന് തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നിഷേധിക്കുകയും പടച്ച റബ്ബിനോട് നന്ദികേട് കാണിക്കുകയും ചെയ്യുന്ന വർഗത്തിന് അവരുടെ വീടുകളുടെ മേൽക്കൂരകളും അവരുടെ വീടുകളുടെ വാതിലുകളും അവർ കയറി നിന്ന് അവരുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്ന ബാൽക്കണികളും എല്ലാം സ്വർണവും വെള്ളിയുമാക്കി കൊടുക്കുമായിരുന്നു അല്ലാഹു എന്ന് പറഞ്ഞു സൂറത്തുൽ സുഖ്റുഫിലെ. വർഷം പറഞ്ഞു. പക്ഷേ അതിനെന്താ ഒരു തടസ്സം ഉണ്ടായത്? എല്ലമ്പാട് ഒരു ടീമായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. സംഗതി ശരിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ എത്ര ആളുണ്ടാവുമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ഈ പ്രഭാഷണം കേൾക്കാൻ? ഇത് ദുനിയാവ് നമുക്ക് അല്ലാഹു നിഷേധിച്ചിരുന്നെങ്കിൽ, ദുനിയാവ് അല്ലാഹു നമുക്ക് നിഷേധിച്ചിരുന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോൻ ഈ ദുനിയാവിൽ കഷ്ടപ്പാടാണ് എന്നതാണ് തീരുമാനമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര പേർക്ക്
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ കലിമ മൊഴിയാനുള്ള ഭാഗ്യം ഉണ്ടാകുമായിരുന്നു. കാരണം നമ്മളൊക്കെ ദുനിയാവിന്റെ സുഖങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മള് തീർത്ത് പറയാൻ കഴിയും, കുറച്ച് അമ്പിയാക്കളും മഅസൂമീങ്ങളായ അമ്പിയാക്കളും മഹ്ഫൂബീങ്ങളായ ഔലിയാക്കളും മാത്രം ബാക്കിയുണ്ടാകും. ബാക്കിയുള്ളവർ മുഴുവനും മറുപക്ഷത്തായിരിക്കും. ലൗലാ അൻ യകൂന അന്നാസു ഉമ്മത്തൻ വാഹിദ ജഅൽനാ ലിമൻ യക്ഫുറു ലിർറഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമൻ യക്ഫുറു ബിർറഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബ്ബ് വളരെ വിശാലമായി പറഞ്ഞു സൂറത്തുൽ സുഖ്റൂഫിൽ. ഞാൻ അതിലേക്കൊന്നും ആയത്തുകൾ ഓതിക്കടന്നു വരാത്തത് സമയം ലഭിക്കൂല എന്ന് പേടിച്ചിട്ടാണ്. അപ്പൊ ഈ ദുനിയാവ് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ അതിന് പരിധിയുണ്ട്. അവിടെയാ വിഷയം. ആലു ഇമ്രാനിലെ ഈ 14-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞതെന്താ? മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിന്റെ നേരെ ചൊവ്വയുള്ള അർത്ഥമാണ് പറയുന്നത്. മനുഷ്യന് അല്ലാഹു അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, സീനത്താക്കപ്പെട്ടിരിക്കുന്നു, അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. അതൊരു ഭംഗിയാണ്, അന്തസ്സാണ്. എന്ത്? മനുഷ്യ സഹജമാണ് എന്ന് ചുരുക്കി പറയാം. ഏതാനും അപ്പക്കഷ്ണങ്ങളോടുള്ള താല്പര്യങ്ങളോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. ഏതാണ് ആ അപ്പക്കഷ്ണങ്ങൾ? മനുഷ്യ സഹജമായി സ്നേഹം ചെന്ന് തട്ടി നിൽക്കുന്ന ഏതാനും താല്പര്യങ്ങൾ ഏതൊക്കെയാണ്? മിനന്നിസാ, ഒന്ന് പെണ്ണ്, മിനന്നിസാ ഈ ഭാര്യമാരാൽ, അതുപോലെ തന്നെ വൽ ബനീന മക്കളും, വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ്ദഹബി വൽ ഫിദ്ദ കൂമ്പാരം കണക്കെ കുന്നുകൂടി കിടക്കുന്ന സ്വർണവും വെള്ളിയും, വൽ അൻആം അതുപോലെ തന്നെ നാൽക്കാലികളും, അവിടെ കഴിയുന്നില്ല, കൃഷിയിടങ്ങളും, വൽ ഖൈലിൽ മുസവ്വമ മേത്തരം വാഹനങ്ങളും. ഇതെല്ലാമാണ് കേട്ടോ മനുഷ്യന് ഇമ്പമുള്ള കേസുകൾ ഈ ദുനിയാവിൽ. ഇത് മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ ദുനിയാവിലെ ജീവിതത്തിനൊരർത്ഥമുള്ളൂ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ സയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് ഭൗതിക സുഖങ്ങളോടുള്ള ആ പ്രമത്തത മനുഷ്യന് ആഡംബരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. അതതിന്റെ ഒരു അർത്ഥമാണ്. ഞാൻ വരുന്നുണ്ട്. രണ്ട് ഭാഗമായിട്ട് രണ്ട് മുഖങ്ങൾ കാണുകയാണ് ഈ ആയത്തിൽ. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ സ്വന്തം വകയായി ഒന്നും പറയുന്നില്ല. ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ സയ്യന്നാ ലഹും അഅ്മാലഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ അവരുടെ അമലുകൾ അവർക്ക് അലങ്കാരമാക്കി കൊടുത്തത് നമ്മളാണ്. അല്ലാഹു അലങ്കാരമാക്കി തന്ന ഒന്നും അപകടമാകില്ല. അതേസമയം മറ്റൊരു സ്ഥലത്ത് വസയ്യന ലഹുമുശ് ശൈത്താൻ, ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കി കൊടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ രണ്ടു തരം തസ്യീനുകള്, അലങ്കരിപ്പിക്കലുകൾ ഉണ്ട് ഇവിടെ. ഒന്ന് തസ്യീനും മിനല്ലാഹ്, മറ്റൊന്ന് തസ്യീനും മിനശ് ശൈത്താൻ. അല്ലാഹുവാണ് അലങ്കരിപ്പിച്ചു തരുന്നതെങ്കിൽ ആ അലങ്കാരങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ആകാവുന്നതാണ്, അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. പിശാച് അലങ്കാരമാക്കി തോന്നിപ്പിക്കുന്നതിന്റെ പിന്നാലെ പോയാൽ അത് അപകടകരവുമായിരിക്കും. അപ്പൊ ഈ വിഷയത്തിൽ പിശാചാണോ അല്ലാഹുവാണോ ഇവിടെ അലങ്കരിപ്പിച്ചു തരുന്നത്? ആരാണ് നമുക്ക് ഈ വിഷയങ്ങളോടൊക്കെ സ്നേഹം നൽകുന്നത്? ആരാണ് ഇതൊക്കെ ഭംഗിയ ഉള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നിപ്പിച്ചു തരുന്നത്? ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രണ്ടാളുണ്ട്, അള്ളയുമുണ്ട് പിശാചുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സയ്യന്നാ ലഹും അഅ്മാലഹും എന്ന് പറഞ്ഞതുപോലെ വസയ്യന ലഹും ശൈത്താനു എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്ന് തിട്ടപ്പെടുത്തി പറയാതെ അലങ്കരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരാ അലങ്കരിപ്പിച്ചത്? അത് സന്ദർഭത്തിനനുസരിച്ചൊക്കെ വെച്ചു കൊടുക്കുക. ചിലപ്പോൾ അല്ലാഹു ആയിരിക്കും, ചിലപ്പോൾ പിശാചായിരിക്കും. അതുകൊണ്ടാണ് കർത്തരി പ്രയോഗം മാറ്റിയിട്ട് അവിടെ കർമ്മണി പ്രയോഗമാക്കിയത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. സയ്യന എന്ന് പറയാതെ സുയ്യിന, അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ആര്? അല്ലാഹു അലങ്കാരമാക്കി കൊടുത്തതുകൊണ്ട്, പിശാച് അലങ്കാരമാക്കി കൊടുത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ രണ്ട് മുഖം കൊണ്ട് വേർതിരിയും. അതേതാണ്? അല്ലാഹു അലങ്കാരമാക്കി തന്നത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. പിശാച് അലങ്കാരമാക്കി തന്നതിനെ നമ്മൾ സന്തോഷത്തോടെ അതിനെ തിരസ്കരിക്കുകയും ചെയ്യണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ വിഷയത്തിന്റെ മർമ്മം.
ഇനി ഈ 6 കേസിലും തസീനും മിനല്ലാഹിയും തസീനും മിന ശൈത്താനും ചെറിയ രൂപത്തിൽ ഇങ്ങനെ വിശദീകരിക്കുക. കാരണം അത് പറഞ്ഞാൽ തീരൂല. കാരണം ദീൻ മുഴുവൻ പറയണം, അപ്പോഴേ ഈ വിഷയം പൂർണ്ണമാവുള്ളൂ. ദീനിന്റെ എല്ലാ വശങ്ങളും പറയുമ്പോഴേ വിഷയം പൂർണ്ണമാവുള്ളൂ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകുകയാണ്. ഒന്നാമത്തെ അപ്പക്കഷ്ണം മിനന്നിസാ. ഒന്നാമത്തെ അപ്പക്കഷ്ണമാണത് പെണ്ണ്. ഈ പെണ്ണിനോടുള്ള സ്നേഹം അനുവദിക്കപ്പെടില്ലേ? ആര്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഭാര്യമാരെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരിക്കലും പറയുകയില്ല. മറിച്ച് ഭാര്യമാരെ സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം, സ്നേഹത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകും, പിശാചിന്റെ ഭാഗത്തു ഒന്നും ഉണ്ടാകും. ഓരോന്നിലും 2 മുഖങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചർച്ച ചെയ്തു പോകുമ്പോൾ നമ്മളൊക്കെ ഏത് മുഖത്തിലാ ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തേണ്ടവർ തിരുത്തുക, തുടരേണ്ടവർ തുടരുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭാര്യമാരെ സ്നേഹിക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇസ്മായിലുൽ ഹഖ് ആദ്യം ആ വ്യാഖ്യാനം കൊണ്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാകും. അല്ല, ആയത്തിന്റെ അർത്ഥം ദുനിയാവൊന്നും വേണ്ട, വലിച്ചെറിയണം തന്നെയല്ലേ? അല്ല, അങ്ങനെ അല്ല എന്നാ ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വിഷയത്തെ നമ്മൾ ചിന്തയോടുകൂടെ കൂടുതൽ ദൈക്ഷണികമായി വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നതും അങ്ങനെയാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബഖിയാതു സ്സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഇന്നലെ നിങ്ങൾ ഓതിയില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂറത്തുൽ കഹ്ഫിൽ? ഈ ആയത്ത് സദസ്സിലുള്ള പലരും എന്റെ കൂടെ ഓതി. കാരണം അൽക്കഹഫിലായതുകൊണ്ടാണ്. നമുക്ക് കാണാതെ കിട്ടുകയാണെങ്കിൽ ഉറപ്പാണല്ലോ, ഒന്നിക്ക് യാസീനിൽ അല്ലെങ്കിൽ അൽക്കഹഫിൽ ഉറപ്പായിരിക്കും, അല്ലെ അൽവാഖിയ അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക്, അവിടെയൊക്കെ ആയിരിക്കും. എപ്പോഴും ഉപയോഗമുള്ള ആയത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പറഞ്ഞത് അതിലുണ്ട് ഈ പറഞ്ഞ വിഷയം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ ആഡംബരാണ് എന്ന് ഒറ്റ അർത്ഥത്തിൽ അങ്ങോട്ട് തള്ളുമ്പോഴാ പ്രശ്നം. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി നോക്കിക്കണ്ടത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് സമ്പത്തും മക്കളും. ഭൗതിക ജീവിതത്തിന് ഒരു രസം ഉണ്ടാകണമെങ്കിൽ, സുഖം ഉണ്ടാകണമെങ്കിൽ, അതിനൊരു അന്തസ് ഉണ്ടാകണമെങ്കിൽ അവിടെ മക്കൾ വേണം. മക്കളില്ലാത്ത ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വേദനിച്ചുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് മക്കളെ ചോദിക്കുക? സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അത് അല്ലാഹു പറഞ്ഞ ആ പരിധിക്കുള്ളിൽ നിന്നാണ് അതിനെ സമീപിക്കുന്നതും സ്നേഹിക്കുന്നതുമെങ്കിൽ ഓക്കെ, അത് അനുവദനീയമാണ്. അല്ല, അല്ലാഹു പറഞ്ഞ ബൗണ്ടറിക്ക് പുറത്താണോ എങ്കിൽ അനുവദിക്കപ്പെടാത്തതാണ് വിശ്വാസി. അങ്ങനെ ഒരു സ്നേഹം അതിനോട് വെച്ചു പുലർത്താൻ പാടില്ല. ഇതാണ് അതിന്റെ കണക്ക്. അതുകൊണ്ടാണ് തൊട്ടത് പിറകിൽ അല്ലാഹു പറഞ്ഞത് സമ്പത്തും മക്കളും ഒക്കെ ദുനിയാവിന്റെ അലങ്കാരാണ് കേട്ടോ. പക്ഷേ എന്നും നിലനിൽക്കുന്ന സുഹൃതങ്ങളുണ്ടല്ലോ, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ഇത്തരം ഏർപ്പാടുകൾ, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക്. നിന്റെ രക്ഷിതാവിന്റെ അടുത്ത് നിനക്ക് കൂടുതൽ മെച്ചപ്പെട്ടത്. ഖൈർ കൂടുതൽ മെച്ചപ്പെട്ടത്. മറ്റേതും മെച്ചപ്പെട്ടതാണ്, പക്ഷേ ഇതാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തും മക്കളും ഇതൊരുക്കാനുള്ള തത്രപ്പാടില് ബാഖിയാത്തു സാലിഹാത്ത് മറന്നു കളിക്കരുത് കേട്ടോ. നിസ്കാരം ഖളാ ആക്കരുത്, നോമ്പ് നഷ്ടപ്പെടുത്തരുത്, ഖുർആൻ പാരായണം മുടക്കരുത്, അത് മുടക്കിയിട്ട് മാലും ബനൂനും ഉണ്ടാക്കാൻ നടക്കരുത്. അതാണ് പറഞ്ഞത്. കൂടുതൽ പ്രതിഫലാർഹമായത് ഇതാണ്. അപ്പൊ മറ്റേതുകൊണ്ടും പ്രതിഫലം ഉണ്ടാവും. മക്കളുണ്ടായ നാളത്തേക്ക് കാര്യമുണ്ട്, ദുനിയാവുക്ക് കാര്യമുണ്ട്, നാളത്തേക്കും കാര്യമുണ്ട്. സമ്പത്തുണ്ടായ ഇന്നത്തേക്കും കാര്യമുണ്ട്, നാളത്തേക്കും കാര്യമുണ്ട്. പക്ഷേ സമ്പത്ത് മക്കള് ഇത് നാളത്തേക്ക് ഉപകരിക്കോന്ന് ഉപകരിച്ചെങ്കിൽ ഉപകരിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ കിട്ടിയെങ്കിൽ കിട്ടി, അത്ര തന്നെയുള്ളൂ. മക്കളെ കൊണ്ട് എനിക്ക് ഉപകാരം കിട്ടുമെന്ന് വെച്ചാൽ അത് ഉപകരിച്ചെങ്കിൽ ഉപകരിച്ചു. സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന് വെച്ചാൽ ഉപകരിച്ചെങ്കിൽ ഉപകരിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം, ഏതുണ്ടായാലും നിസ്കാരം, നോമ്പും ഖുർആനും ഒക്കെ ഉണ്ടെങ്കിൽ. والباقيات الصالحات خير عند ربك ثوابا وخير عملا وخير عملا. കൂടുതൽ പ്രതീക്ഷാർഹവുമാണ്, നിങ്ങൾക്ക് കൂടുതൽ അമല്, പ്രതീക്ഷ അർപ്പിക്കാവുന്ന വസ്തുവുമാണ് ഇത് ബാഖിയാത്തു സാലിഹാത്ത്, പക്കാ ഇബാദത്തുകൾ.
എന്നാലോ മക്കളും സമ്പത്തും അതും പ്രതീക്ഷ വെക്കാവുന്നതാണ്. കൂടുതൽ പ്രതീക്ഷാർഹമായത് നിങ്ങൾക്ക് ബാഖിയാത്തു സ്വാലിഹാത്താണ്. അപ്പോ ഈ സമ്പത്തിന്റെ മക്കളെയും പിന്നാലെ നടന്നിട്ട് ഇത് അലങ്കാരമാണ്, ഇത് അനുവദിക്കപ്പെട്ടതാണെന്ന് കരുതി അതുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഒരു നേരത്തെ നിസ്കാരം പോലും ആകാൻ പാടില്ല. ഈ ഒരു കാഴ്ചപ്പാടിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നത്. ഖുർആനിൽ എവിടെ ഇത് സംബന്ധമായിട്ടുള്ള ആയത്തുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ കാണാം. ഒരു സ്ഥലത്തായിട്ടല്ല, എല്ലാ സ്ഥലത്തും. അപ്പം ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഭാര്യയും ഭർത്താവും തമ്മിൽ എത്രമാത്രം സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ പ്രമാണങ്ങളിലൂടെ കടന്നു പോകുന്നില്ല, കാരണം അതിനു പറ്റിയൊരു സമയമല്ല. 6 കാര്യങ്ങൾ നമുക്കിന്ന് ഇവിടെ പറയണം. 6 കാര്യങ്ങളുടെ 2 മുഖം. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമൂട്ടി ഉറപ്പിക്കുന്ന പ്രമാണങ്ങൾ പറയാനൊഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ അത് പറയേണ്ടി വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ടത് എന്നാ ഖുർആൻ പറഞ്ഞത്. ഒരായത്ത് നമുക്കതിന് ഉദാഹരണമായിട്ട് എടുക്കാം. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്ത്. ആയത്തല്ല, ആയത്തിന്റെ ഒരു കഷ്ണം, അത് മതി, അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുമത്. അത് മതി ഒരു ദമ്പതികൾ എത്ര മാനസിക പൊരുത്തത്തിലാ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ. വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട മാനസിക പൊരുത്തത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ആ ഒരൊറ്റ വാക്യത്തിന്റെ കഷ്ണം മതി സഹോദര. ഭാര്യമാർ നിങ്ങളുടെ ഉടയാടകളാണ്, നിങ്ങൾ അവരുടെയും ഉടയാടകളാണ്. ഭാര്യമാർ നമ്മുടെ ഉടയാടകളാണ്, നമ്മൾ അവരുടെയും ഉടയാടകളാണ്. കണ്ടോ നിങ്ങൾ ഖുർആൻ പ്രയോഗിച്ചത്? വസ്ത്രവും ദാരിയും തമ്മിൽ ഏതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഞാൻ ധരിച്ച വസ്ത്രം എന്റെ ശരീരത്തോട് ടച്ച് ചെയ്ത് കിടക്കുകയാണ്. നിങ്ങളൊക്കെ ധരിച്ച വസ്ത്രങ്ങൾ ഇതേ രൂപത്തിലാണ്. ഭാര്യയും ഭർത്താവും കിലോമീറ്ററുകളുടെ ദൈർഘ്യം ഒരുപക്ഷെ ഉണ്ടാകും, അവർക്കിടയിൽ അന്തരം ഉണ്ടാകും. ഭാര്യ നാട്ടിലായിരിക്കും, വീട്ടിലായിരിക്കും. അതേസമയം ഭർത്താവ് കിടക്കുന്നത് എവിടെയാണ്? മണലാരണ്യത്തിന്, കൊള്ളുന്ന മണലാരണ്യത്തിൽ കഷ്ടപ്പെടുകയായിരിക്കും. ആ സമയത്തും കിലോമീറ്ററുകളുടെ ദൈർഘ്യം, ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ദൈർഘ്യം അവർക്കിടയിൽ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് ആ സമയത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ അതപ്പോഴും ഒന്ന് തന്നെയാണ്, കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ഹുന്നലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുൻ. സന്തോഷമുള്ള ദമ്പതികളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം കണ്ടോ നിങ്ങൾ? ഹിയാബ് എന്ന പ്രയോഗമല്ല. അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെ വസ്ത്രവുമാണ് എന്നല്ല. കാരണം ഹിയാബ്, ലിബാസ് എന്ന പദങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. ഹിയാബ് എന്ന് പറയാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊണ്ടോട്ടിയിലെ ടെക്സ്റ്റൈൽസുകളില് ഓരോ ടെക്സ്റ്റൈൽസുകളിലും നിരന്നു കിടക്കുന്ന വസ്ത്രങ്ങൾ ധാരാളമുണ്ട്. അതിനൊക്കെ ഹിയാബ് എന്ന് പറയാം. നിങ്ങളുടെ ഹാങ്കറിൽ തൂക്കിയിട്ട ഡ്രസ്സിന് ഹിയാബ് എന്ന് പറയാം. അലമാരി വെച്ച് മടക്കി വെച്ച വസ്ത്രത്തിന് ഹിയാബ് എന്ന് പറയാം. ലിബാസ് എന്ന് പറയുന്നത് എന്റെ ശരീരത്തിൽ കയറി നിൽക്കുന്ന ഞാൻ ധരിച്ച മുണ്ടിലാണ്. അതുകൊണ്ട് തന്നെ അകലം കുറക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ, കുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. അങ്ങനെ തന്നെ പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത്ര ഭംഗിയുണ്ട് നമ്മൾ ആലോചിക്കുന്നത്. ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ട മാനസിക പൊരുത്തത്തിന്റെ ആഴം എടുത്തു കാണിക്കുന്ന ഒരു വാചകമാണത്. കൂടുതൽ പറയേണ്ടതില്ല. ഈ ഒരു സ്നേഹബന്ധം യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് പ്രകൃതിപരമായി ആണിനും പെണ്ണിനുമിടയില്, ഭർത്താവിനും ഭാര്യക്കുമിടയില്, ആണിനും പെണ്ണിനുമിടയില് അള്ളാഹു നിശ്ചയിച്ച സ്നേഹബന്ധമാണ്. ഈ സ്നേഹബന്ധം പാടില്ല എന്ന് പറയുന്നത് പ്രകൃതിക്കെതിരുപയലായിരിക്കും. അള്ളാഹുവാണ് നിങ്ങൾക്കിടയില് സ്നേഹവും പ്രേമവും നൽകിയത് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അള്ളാഹ് തന്നെ പറയാണ്, ഞാനാണത് കൊടുത്തത്. അപ്പൊ അത് പാടില്ല എന്ന് പറയാൻ പാടില്ല, പാടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന ആളായിരുന്നു, വല്ലാതെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഒരു വിരോധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതിൽ കണ്ടിട്ടില്ല. എന്നല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ട സഹോദരിമാരെ സ്നേഹിക്കുന്നത്, തന്റെ ഭാര്യമാരെ സ്നേഹിക്കുന്നത്,
അത് ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. അവരുമായുള്ള സഹവർത്തിത്വം എത്രമാത്രം മെച്ചപ്പെടണം അതും വിശുദ്ധ ഖുർആനും ഹദീസ് ശരീഫും നമ്മെ പഠിപ്പിച്ചു. അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. രണ്ടുപേരും എത്രമാത്രം ഐക്യത്തിലും ഒരുമയിലും സന്തോഷത്തിലുമാണ് ജീവിക്കേണ്ടത് എന്നത് മനസ്സിലാക്കാൻ ഖുർആൻ അവർക്ക് നൽകിയിരിക്കുന്ന പേര് തന്നെ മതി. സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവുമില്ല. ഖുർആനിന്റെ ഭാഷയിൽ ഭാര്യയുമില്ല, ഭർത്താവുമില്ല. നമ്മൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നോക്കി 30 ജുസ് നോക്കി, ഭാര്യ എന്നും ഭർത്താവ് എന്നും പറയുന്ന ഒരു ശബ്ദത്തിലില്ല. അതാണ് അതിന്റെ ഭംഗി. അങ്ങനെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളെങ്ങനെ രണ്ടാം ചരക്കാക്കിയിട്ട് ഏറ്റവും മോശപ്പെട്ട ചരക്കാക്കിയിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ പലപ്പോഴും ഒച്ചക്കാറുണ്ട്. പുരുഷന്റെ കീഴിൽ ജീവിക്കേണ്ടവളാണെന്നും പുരുഷന്റെ തണലിൽ ജീവിക്കേണ്ടവളാണെന്നും പറഞ്ഞതിന്റെ പേരില് പെണ്ണിനെ മോശപ്പെടുത്തി എന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരു വേദവാക്യങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഖുർആനിൽ ഭാര്യയില്ല, ഭർത്താവില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളാണ്, ഭർത്താവ് ഭരിക്കുന്നവനാണ്. ഇതിൽ നിന്നാണ് ഭാര്യ ഭർത്താവ് എന്ന മലയാള പദങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു ഭരണമേൽക്കോയ്മയല്ല യഥാർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ദമ്പതികൾക്ക് ഖുർആൻ നൽകിയ നാമം എന്താണെന്നറിയോ നിങ്ങൾ? സൗജ്, അസ്വാജ്. അതിനപ്പുറത്തൊരു പദം ഖുർആനിൽ കാണാൻ കഴിയില്ല. ആയത്തുകൾ ഓതാ ഡസൻ കണക്കിന് ആയത്തുകളുണ്ട്. ഒന്നാമത്തെ മനുഷ്യനോട് തന്നെ പറയുന്നു, ആദം നബിയോട്, എവിടെ നോക്കിയാലും സൗജ്, അസ്വാജ് എന്ന പദം. സൗജ് ഏകവചനമാണ്, അസ്വാജ് ബഹുവചനമാണ്. എന്താ ഈ സൗജ് എന്ന് പറഞ്ഞത്? അത് ഭാര്യയും ഭർത്താവുമല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവുമില്ല, മറിച്ച് ഇണയും തുണയുമാണുള്ളത്. എന്താ ഇണയും തുണയും? എന്താ അതിന്റെ വ്യത്യാസവും? ഭാര്യയും ഭർത്താവും ഇണയും തുണയും തമ്മിൽ അന്തരമുണ്ട്. ഭാര്യയും ഭർത്താവ് അവിടെ ഒരു മേൽക്കോയ്മ അങ്ങനെ തെളിഞ്ഞു നിൽക്കും. നേരെ മറിച്ച് ഇണ തുണ എന്ന പ്രയോഗത്തിൽ ഇണയില്ലാതെ തുണയുമില്ല, തുണയില്ലാതെ ഇണയുമില്ല, ഒറ്റക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് ആ ഒരു പദം കൊണ്ട് തന്നെ വേണം ദമ്പതികളെ പരസ്പരം അടുപ്പിക്കാനെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷയിൽ ആ ഖുർആനിന്റെ ഭാഷ തീരുമാനിക്കുകയാണ്. പടച്ചോന്റെ തീരുമാനം. ദബ്ബജത്തുക്ക വാങ്കഹത്തുക്ക, അതല്ലേ മോശമാക്കാൻ നമുക്ക് ചൊല്ലിത്തന്നത്. ഈ രണ്ട് പദം തന്നെ, ദബ്ബജത്തുക്ക വാങ്കഹത്തുക്ക, ഈ രണ്ട് പദങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. തസ്വീജ്, ഇൻകാഹ്. തസ്വീജ് എന്ന് പറഞ്ഞാൽ ഇണയാക്കി തരാന്നാണ് അതിന്റെ അർത്ഥം. ഇണയും തുണയും ആക്കിത്തരാ. ഇന്നു മുതൽ എന്റെ മോളും നീയും രണ്ടല്ല, നിങ്ങളെ രണ്ടാളി ഒന്നാക്കി തന്നിട്ടോ. ഇതാ പറഞ്ഞത് ദബ്ബജത്തുക്ക. ഇതാണ് അമ്മോശൻ എന്നാ പറഞ്ഞത്. അത്ര നല്ലൊരു വാക്കാണ് പറഞ്ഞു തന്നതെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചില്ല. ഇൻകാഹ് എന്ന പദത്തിന്റെ അർത്ഥം രണ്ടു വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നാക്കാണ്, രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് ചായ, ആ ചായയിൽ വെള്ളമുണ്ട്, പാലുണ്ട്, പഞ്ചസാരയുണ്ട്, പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തത്, ഇതെല്ലാം കൂടെ കുത്തിക്കലക്കിയിട്ടാണ് ചായയായി മാറുന്നത്. ചായ ആയതിന്റെ ശേഷം പഞ്ചസാര കൊണ്ട് വേറിരിക്കാൻ പറ്റുമോ? വെള്ളം കൊണ്ട് വേറിരിക്കാൻ പറ്റുമോ? പാലും കൊണ്ട് വേറിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ പലതും കൂട്ടിയിട്ട് ഒന്നാക്കുന്ന പരിപാടിക്കാണ് ഇൻകാഹ് എന്ന് പറയാം. ഇതാ എന്നെയും നിന്നെയും എന്റെ മോളെയും ഞങ്ങൾ ഇവിടെ വെച്ച് കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നു, എല്ലാം കൂടെ ഒന്നാക്കി തന്നിരിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകണം. ഗണിതശാസ്ത്രത്തിൽ ഒന്നും ഒന്നും രണ്ടാണ്. ഗണിതശാസ്ത്രത്തിൽ പലപ്പോഴും ഒന്നും രണ്ടാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ആലോചിക്കേണ്ട ഒരു സത്യമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറഞ്ഞു, ഒന്നും രണ്ടല്ല, ഒന്നും ഇമ്മിണി വലിയ ഒന്നാണ്. ഇത് വായിച്ച, ഈ കഥ വായിച്ച പലരും ഉണ്ടാകും. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തത്വം ശരിയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിനോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട്, അത് നമുക്ക് വേറെ പറയാം. ഈ വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തോട് യോജിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒന്നും രണ്ടല്ല, ഇമ്മിണി വലിയ ഒന്ന്. ഇതാണ് അയാൾ അങ്ങനെ പറയാൻ കാരണം. അയാളൊരു സാഹിത്യകാരനായതുകൊണ്ട് അയാളുടെ ആലോചന ചെന്ന് മുട്ടുന്നത് അത്തരം സ്ഥലങ്ങളിലാണ്. സാഹിത്യകാരന്മാരെപ്പോഴും കാടും മലയും പുഴയും ഒക്കെ ആയിരിക്കും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുക. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒന്നും എത്രയെന്ന് വെച്ചപ്പോ ഒരു പുഴയും മറ്റൊരു പുഴയും കൂടെ കൂടിയാൽ രണ്ട് പുഴയല്ല, വലിയൊരു പുഴയാണ്. അദ്ദേഹം അങ്ങനെയാണ് അതിന് മറുപടി. ഓരോരുത്തരുടെ മനസ്സിലുള്ളതിനനുസരിച്ച് ആ മറുപടി വരിക.
നേരെ മറിച്ച് നമ്മളോട് ചോദിച്ചാൽ ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ റമദാനൊക്കെ ചോദിച്ചാൽ 2 പത്തിരി എന്ന് പറയും. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ളതിനനുസരിച്ചാണ് വിഷയങ്ങൾ ഉത്തരം വരിക. വിഷയം എന്താണോ മനസ്സിലുടക്കി നിൽക്കുന്നത് അതിനനുസരിച്ച്. അപ്പൊ സാഹിത്യകാരനായ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വളരെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. അവർക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ തന്നെ അത് നീണ്ടു നിൽക്കാൻ പാടില്ല. ഈ രൂപത്തിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിനുള്ള ചിട്ടകളും അദബുകളും മര്യാദകളും പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഭാര്യമാരെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞ മതമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം, മറിച്ച് സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ്. റസൂലുള്ളാഹി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഭാര്യമാരോട് വെറുതെ ഫലിതങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. കാന മിൻ അസ്ഖഹിന്നാസി മഅനിസായിഹി, ജനങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തോടൊപ്പം തമാശ പറയുന്ന ഏറ്റവും നല്ല ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു പക്ഷേ ഭാര്യമാരോട് തമാശ പറയാ, ഭാര്യമാരെ സ്നേഹിക്കുക, ഭാര്യമാരോട് അവരുടെ നേരം പോക്കിന്, അവരുടെ മാനസികോല്ലാസത്തിന് അവരോട് തമാശകൾ പറയണം, സ്നേഹവാക്കുകൾ പറയണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ബോധ്യപ്പെടാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ആളുകൾ ഒരു പക്ഷേ കൂട്ടത്തിലുണ്ടാകും. അതാ പറഞ്ഞത്, ആ വിഷയങ്ങളൊക്കെ കടന്നു വന്ന് ചർച്ച ചെയ്യേണ്ടതാ. പക്ഷേ നമുക്ക് ഈ 6 വിഷയങ്ങളുടെയും ഇരുമുഖങ്ങൾ ചർച്ച ചെയ്ത് പോകേണ്ടതുകൊണ്ടുള്ള വിഷമം കൊണ്ടാണ് ഇതിൽ അപകടകരമായ കാര്യങ്ങൾ മാത്രം ഉണർത്തി മുന്നോട്ട് പോകാം. നമുക്ക് സ്നേഹിക്കണം. പിന്നെ എവിടെയാ കുഴപ്പോ? അള്ളാഹു ഇഷ്ടപ്പെടാത്തതാകുന്നത് എവിടെയാ? പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള അലങ്കാരമാകുന്നത് എപ്പോഴാ? ഭാര്യമാരെ സ്നേഹിക്കുന്നത്. അതേ, സ്നേഹിക്കണം, പക്ഷേ സ്നേഹിച്ചൂടരുത്. അതാ കുഴപ്പം. സ്നേഹിക്കണം, സ്നേഹിച്ചുകൂടരുത്. അത് രണ്ടും രണ്ടാ. മലയാളത്തിൽ പറയുമ്പോ തന്നെ തിരി. നമ്മൾ പറയാറുണ്ട് തിന്നണം, പക്ഷെ തിന്നൂടരുത് തോന്നും. അത് രണ്ടും രണ്ടാണ്. എന്നതുപോലെ സ്നേഹിക്കണം, പക്ഷേ സ്നേഹിച്ചൂടരുത്. സ്നേഹം മറികടന്നിട്ട് ഭ്രമമായി മാറരുത്. എന്നാണോ നിന്റെ ഭാര്യയോടുള്ള സ്നേഹം നിനക്കൊരു ഭ്രമമായി മാറിയത്, അന്ന് അത് വളരെ വിദൂരമായ അപകടങ്ങള്, അതിവിദൂരമായ അപകടങ്ങൾ നിനക്ക് വിളിച്ചു വരുത്തും. വളരെ വളരെ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. എന്താണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന പറഞ്ഞത്? ഏതാണ് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം തന്നെ ആലോചിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരന്, സഹോദരന്മാര് ശരിക്കും ആലോചിക്കണം. കുറച്ചൊക്കെ ദീനി ബോധമുള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു തലനാര്, ഒരു മുടി എവിടെയെങ്കിലും കണ്ട ഹാലിളകിയിരുന്ന, പുറത്തിറങ്ങിപ്പോകുമ്പോ എവിടെയെങ്കിലും തലമറച്ചത് വേണ്ടത്ര പോരായുണ്ടെങ്കിൽ ആ പെണ്ണിനോട് കർക്കശമായ ഭാഷയിൽ സംസാരിച്ചിരുന്ന ദീനീബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ, എന്തോന്നറിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് അയാളെ പെണ്ണ് തല തുറന്നിട്ട് നടക്കുന്നു അയാളുടെ കൂടെ. തലമറക്കടി എന്ന് പറയാനുള്ള വോയിസ് ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടു. അയാൾ തൊപ്പി വെച്ചിട്ടുണ്ട്, അയാൾ താടി വെച്ചിട്ടുണ്ട്. ആ തൊപ്പിയും താടിയും ഉള്ളയാള് ഇസ്ലാമിക ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് തലമറക്കാത്ത പെണ്ണിനെയും എത്തി നടക്കുന്നത്. എന്തേ അവളോട് തലമറക്കടി എന്ന് പറയാനുള്ള വോയിസ് നഷ്ടപ്പെട്ടത്? ഒന്നുമല്ല, അവൾ എന്നോട് പിണങ്ങുമെന്ന് ഭയന്നിട്ട്. ഇതാണ് ഭ്രമം. ഇതാണ് ഭ്രമം. ഇത് പിശാചിൽ നിന്നാണ്. യാതൊരു സംശയവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേണ്ട. ഇത് പിശാചിന്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെയാണ് പെണ്ണിനോടുള്ള സ്നേഹം ഭ്രമമായി മാറുന്നത്. ഒരു ഉദാഹരണമാണ് ആ പറഞ്ഞത്. ഇനി ഇതേ രൂപത്തിൽ എത്ര ഉദാഹരണങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയാൻ കഴിയും. തലമറക്കാതെ നടക്കുന്ന പെണ്ണ്, മാറുമറക്കാതെ നടക്കുന്ന പെണ്ണ്, എല്ലാം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നോക്കിയാൽ ധാരാളം കാണാൻ കഴിയും. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പെണ്ണിനോട് എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിക്കടി എന്ന് പറയാനുള്ള വോയിസ് നമുക്കില്ലാതെ പോയാൽ അത് ഭാര്യയോടുള്ള ഭ്രമമാണ്. അവളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ തോന്നിപ്പോയെങ്കിൽ അതിന്റെ പേര് സ്നേഹമല്ല, അത് ഭ്രമമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സൂറത്തു തഗാബുനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. ദാ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരിലും
നിങ്ങളുടെ ഇണകളിലും, ഭാര്യമാരിൽ മാത്രമല്ല ഭർത്താക്കന്മാരിൽ നിന്നും അതിന് അർത്ഥമുണ്ട്. ഇന്നമിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിലും, വഔലാദിക്കും, നിങ്ങളുടെ മക്കളിലും, അദുവല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് കേട്ടോ. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ കരുതിയിരിക്കണേ. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പെണ്ണ്, അവൾ ആഖിറത്തിലേക്ക് നിങ്ങളുടെ ശത്രുവാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മകൻ, ആ മകനോടുള്ള സ്നേഹം കാരണം ആ മകനെ വിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ആഖിറത്തിലേക്ക് നിങ്ങൾക്ക് ശത്രുവാണ്. അദുവല്ലക്കും ഫഹ്ദറൂഹും, കരുതിയിരിക്കണം ആ മക്കളെയും ആ ഭാര്യമാരെയും ഖുർആൻ പറയുന്നു. അപ്പൊ ദീനീ കാര്യങ്ങളില് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് സ്നേഹമല്ല, അതിന്റെ പേര് ഭ്രമം എന്നാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരിക്കല് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറയാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്നൽ ഇംറഅതൻ ജമീല, നബിയെ നല്ല കാണാൻ നല്ല അഴകുള്ള ഒരു പെണ്ണുണ്ട് എനിക്ക്. നബി വെച്ച് എന്നിട്ടെന്താ, കാണാൻ അഴകുള്ള പെണ്ണാണെങ്കിൽ സന്തോഷമല്ലേ, എന്താ നിനക്ക്? പക്ഷെ ഒരു കുഴപ്പമുണ്ട് നബിയെ, ലാ തറുദ്ദു യദ ലാമിസിൻ, ലാ തറുദ്ദു യദ ലാമിസ്, ആര് വന്ന് തൊട്ടോ അവളുടെ ശരീരത്തിൽ കൈവച്ച ഒരാളെയോ അവൾ ഹായിബാക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാസ്സാണ്. ലാ തറുദ്ദു യദ ലാമിസ്. വിഷയം എല്ലാവർക്കും മനസ്സിലായല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞതാ, തൊട്ടവർക്കൊക്കെ പാസ്സാണ് നബിയെ, അതുകൊണ്ട് പലപ്പോഴും ഇവൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതവൾക്കൊരു വിഷയമല്ല, പക്ഷേ അവൾ സുന്ദരിയാണ്, നല്ല പെണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഖാല, ഹബീബ് പറഞ്ഞു ഫല്ലിഖ്ഹാ ഫല്ലിഖ്ഹാ, നബി പറഞ്ഞു ഒരിക്കലും തന്നെ ആ മുതൽ ഇനി നീ വെച്ചു പൊറുപ്പിക്കരുത്, വേഗം തലാഖ് ചെയ്യല്ലോ എന്ന് പറഞ്ഞു. ഭാര്യ അബദ്ധസഞ്ചാരം നടത്തിയെന്ന് ബോധ്യപ്പെട്ടവരാണ്, സംശയത്തിന്റെ പേരിൽ പറ്റില്ലട്ടോ. ഇപ്പൊ തന്നെ പറയാഞ്ഞാൽ അത് വലിയ അപകടമാവും, റമദാൻ മാസത്തിൽ വലിയൊരു അക്രമം ചെയ്യണ്ട. ഭാര്യ അബദ്ധസഞ്ചാരം നടത്തിയെന്ന് ബോധ്യപ്പെട്ടവരാണ്, കണ്ണുകൊണ്ട് കാണണം, അവനെങ്കിലും കാണണം. വ്യഭിചാരാരോപണം പറയാൻ ഭാര്യയും ഭർത്താവും അല്ലാത്തപ്പോഴാണല്ലോ നാലാള് സാക്ഷി വേണമെന്നൊക്കെ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും ആവുമ്പോ അവർക്ക് ലിആൻ എന്ന മസല വെച്ച് ശാപ പ്രാർത്ഥന നടത്തി പിരിയാനുള്ള അനുമതി കൊടുത്തത് തന്നെ അല്ലാഹു. ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യ വ്യഭിചരിക്കുന്നത് ഭർത്താവിന്റെ കണ്ണിൽ കണ്ടിട്ട് പിന്നെ അവളെ വെച്ചു പൊറുപ്പിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ആ നിയമം ബാധകമല്ലല്ലോ, എന്നാലും അവര് കാണണം, അവര് കാണണം, അത് നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ എന്റെ ഭാര്യ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരു പുരുഷൻ ആ പെണ്ണിനെ പിന്നെയും വെച്ചു പൊറുപ്പിക്കുക എന്ന് പറഞ്ഞത് അത് വളരെ നീചമായ പരിപാടിയാണെന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. 2-3 ആളുകളെ നീചന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഫാഹിഷത്ത് ചെയ്ത പെണ്ണിനെ, വൃത്തികേട് ചെയ്ത പെണ്ണിനെ വീണ്ടും വെച്ചു പൊറുപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു ത്വലാഖ് ചൊല്ലിക്കാളെ മോനെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഭ്രമമായി മാറുന്ന കൊല പറഞ്ഞത്. ഈ റജുലിൽ വന്നിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു വലാകിൻ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, നബിയെ ത്വല്ലിഖ്ഹാ എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, കാരണം ത്വലാഖ് എല്ലാം കുറച്ച് പ്രയാസമുണ്ട്, അവളോട് എനിക്ക് വലിയ ഇഷ്ടാണ് നബിയെ. അങ്ങനെയൊക്കെയാണെങ്കിലും അവളോട് എനിക്ക് വലിയ ഇഷ്ടാണ്. ഉടനെ തന്നെ നബി പറഞ്ഞു ഫഅംസിക്ഹാ ഇദൻ, എന്നാ പിന്നെ അതും താങ്ങി അങ്ങോട്ട് നടന്നോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. എന്നാ പിന്നെ അതും താങ്ങി അങ്ങോട്ട് നടന്നോ, അത്ര വലിയ എണ്ണിമപ്പൊന്നാണെങ്കിൽ കൊണ്ട് നടന്നോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞത് സ്നേഹം അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് നിങ്ങളത് ഭ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല. അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ നിന്ന് സ്നേഹിക്കണം ഭാര്യമാരെ, ആവോളം സ്നേഹിക്കണം, ധാരാളം സ്നേഹിക്കണം. പക്ഷെ അനുവദിക്കപ്പെടാതെ ഒരല്പം പോലും ഭാര്യമാരെ സ്നേഹിക്കാൻ പാടില്ല. അമിതമായി പോകുന്ന രൂപങ്ങളാണ് ആ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഉമ്മനെ വെറുപ്പിക്കുന്ന പെണ്ണിനോട് സ്നേഹം കൂടുമ്പോഴുള്ള കുഴപ്പാൻ ഉമ്മാനെ വെറുപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തിയതാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കും. ആ വെറുപ്പിക്കുന്ന പെണ്ണിനോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് അവളുടെ തിരിപ്പുകൾ നാം കേൾക്കാൻ കാരണമായി പോകുന്നത്. പക്ഷേ ഇസ്ലാം പറഞ്ഞിടത്തെ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കൂ എന്ന് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ കിട്ടുമെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞ പെണ്ണ് ഇത്തരം തിരിപ്പുകൾ ഉണ്ടാക്കാൻ നിൽക്കില്ല, ഇത്തരം ഫസാദുകൾ ഉണ്ടാക്കാൻ നിൽക്കില്ല.
ശരിക്കാലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദിവസം ആയിഷ ബീവിയോടൊപ്പം വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നബി തങ്ങൾ അങ്ങനെ ഒഴിവുള്ള സമയത്ത് ഭാര്യമാരുടെ കൂടെ ഇരുന്ന് വെറുതെ രസം പറഞ്ഞിരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടൊപ്പം അങ്ങനെ ഇരിക്കാറുണ്ടെന്ന് നേരത്തെ കേട്ടു. അതിൽ ആയിഷ ബീവിയോടൊപ്പം ഉള്ള ഒരു സദസ്സ്. ആയിഷ ബീവി പറയാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ലൊരു അവസരമല്ലേ, ഞാൻ ചോദിച്ചു, മൻ അഹഖുൻ നാസി അലൽ മർഅതി യാ റസൂലല്ലാഹ്, നബിയെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് നബിയേ? ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണെന്നറിയോ നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ഖാല സൗജുഹാ, അവളുടെ ഭർത്താവിനോടാണ്. ആയിഷ ബീവി പറഞ്ഞു, ഇതൊരു അവസരമാണല്ലോ, ഇനി ഇത് ചൂടാറാൻ കാത്തു നിൽക്കരുത് എന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചു, വമൻ അഹഖുൻ നാസി അല റജുലി യാ റസൂലല്ലാഹ്, എന്നാ പിന്നെ ഒരാണിന് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? നേരെ ഉൾട്ടായിട്ടാണല്ലോ പറയേണ്ടത്. അത് കരുതിയിട്ടാ ചോദിച്ചത്. ആയിഷ ബീവി പറയാൻ, നബി തങ്ങൾ നിസ്സങ്കോചം മുഹമ്മദ് മുസ്തഫന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഖാല ഉമ്മുഹു, അവനെ പെറ്റ ഉമ്മയോടാണ്. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. വിഷയത്തിന്റെ കടുപ്പവും കൂടെ അതിൽ മനസ്സിലാക്കണം. അതൊരു തമാശ മാത്രമല്ല. അവനെ പെറ്റ ഉമ്മയോടാണ് ആയിഷ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, ഭാര്യമാര് ചൊല്ലിത്തരുന്ന വാക്കുകൾ കേട്ടൊരു കാരണവശാലും മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല. ഭാര്യമാരോടുള്ള ഭ്രമം കാരണം മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ എന്ന് പറഞ്ഞ പൈശാചികമായ സ്നേഹമായത് മാറും. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. പടച്ചോനെ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ റഹ്മാനെ. കുടുംബത്തിലും സമ്പത്തിലും ചുറ്റുപാടിലുമൊക്കെ നന്മ മാത്രം വരുത്തണേ റഹ്മാനെ. ഭ്രമായാലുള്ള അപകടമാണ് ഈ പറഞ്ഞത്. ഇതേ രൂപത്തില് കുടുംബബന്ധം മുറിക്കുന്ന പെണ്ണ്, ഭാര്യയോടുള്ള സ്നേഹം ഭ്രമമായി പോയാൽ അവൾ കുടുംബബന്ധം മുറിക്കും. അവരെയാണ് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റുന്നത്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഒരു യോജിപ്പ് കുറവും ആ വീട്ടിലുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതോടുകൂടെ രണ്ടും രണ്ടു ഭാഗത്തായി. എന്താ കാരണം? രണ്ടാളും ഭാര്യമാര് ചൊല്ലിത്തരുന്ന ഫസാദ് കേട്ടതാണ്. കുടുംബബന്ധം മുറിക്കാൻ പെണ്ണിനോടുള്ള സ്നേഹമായാൽ ആക്കം കൂട്ടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി എന്തിനധികം ആദർശം പോലും പണയമാകും പെണ്ണിനോടുള്ള ഭ്രമത്തിനു മുമ്പില്. എത്ര ഉദാഹരണങ്ങൾ പറയാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ അനുഭവത്തിലുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ആ സഹോദരന്റെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾ? അയാള് 100% അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താവാണ്. മാത്രമല്ല നല്ല തീവ്രമായ നിലപാടുകാരനായിരുന്നു സുന്നത്തി ജമാഅത്തിന്റെ കാര്യത്തില്. ഒരു അഭ്യസ്തവിദ്യനാണ്. അദ്ദേഹം ഇപ്പൊ ഗൾഫിലാണുള്ളത്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഗൾഫിലാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു വിദേഹത്തുകാരിയെ കല്യാണം കഴിച്ചു. അന്ന് ആവും വിധം പ്രവർത്തകരൊക്കെ പറഞ്ഞു, നിനക്കത് വേണ്ടിയിരുന്നോ, നീ അത് കല്യാണം കഴിക്കേണ്ടിയിരുന്നോ? ഇയാൾ പറഞ്ഞു, ഞാനൊക്കെ പെണ്ണിന്റെ പീറ കണ്ടിട്ട്, പെണ്ണിന്റെ പെൺപീറ കൊണ്ട് ഞാന് എന്റെ ആദർശം മാറിപ്പോവുകയും ഉണ്ടാകൂലട്ടോ. അവളെ ഞാനിങ്ങോട്ട് മാറ്റാന്നല്ലാതെ ഞാനങ്ങോട്ട് മാറൂല. ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞത് 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ പക്കാ വിദ്യാർത്ഥികാരനായി മാറി. ഈ ബനായിയൊക്കെ പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ പക്കാ വിദ്യാർത്ഥികാരനായി. ഇയാളോട് ചോദിച്ചു, എന്താ സുഹൃത്തായത്? മറുപടി, അവളും അവളുടെ ആങ്ങളമാരും വാപ്പയും എല്ലാവരും അങ്ങനെയാകുമ്പോ അങ്ങനെയല്ലാതെ നിർവാഹമല്ല എന്നതാണ് മറുപടി. എന്തേ കാരണോ? ആണല്ല എന്നുള്ളത് കൊണ്ടാണ്, ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പെണ്ണിനെ അങ്ങേയറ്റം സ്നേഹിച്ചത് ഭ്രമമായിപ്പോയി എന്നതാണ്. ഈ പെണ്ണിന് വേണ്ടി ആദർശം കളഞ്ഞു കുളിക്കാൻ അയാൾ തയ്യാറാവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറച്ച് കടുപ്പം കുറയുന്നല്ലേ ഉള്ളൂ ഈ മുദ്രാവാക്യത്തിന്, കുറഞ്ഞോട്ടെ, എന്നാലും എന്റെ എല്ലാമെല്ലാമായ എന്റെ ഭാര്യ ഉണ്ടാകുമല്ലോ എന്നുള്ള സമാധാനത്തിലേക്ക് ഇയാൾ എത്തുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭ്രമമായി പോയാൽ ആദർശം പോലും പണയമായി പോകും. ആദർശം പോലും പണയമായി പോകും. ഇതൊക്കെ നമ്മൾ ഏതു കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. കല്യാണം ചെയ്യുമ്പോൾ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ആലോചിക്കണം. ഏതു സന്ദർഭങ്ങളിലാകുമ്പോഴും
പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട സംഗതികളാണ്. നമ്മുടെ ഈമാൻ തകർക്കുന്ന ഒരു ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വെറുതെ മനഃപൂർവ്വം കടത്തിക്കൊണ്ടുവരാൻ പാടില്ല. ആദർശത്തിനാണ് വലിയ ബല. ആദർശമില്ലെങ്കിൽ കർമ്മത്തിന് എത്ര തിളക്കമുണ്ടായാലും അത് സ്വീകരിക്കപ്പെടില്ല. ആദർശം വേണം, അപ്പോഴേ കർമ്മം സ്വീകരിക്കപ്പെടുകയുള്ളൂ. നേരത്തെ താടി വെച്ച് നേരത്തെ ദീനീ ചുറ്റുപാടിൽ നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നാണ് അയാൾക്കൊരു ചേഞ്ച്. കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾ ക്ലീൻ സേവ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. അയാളോട് വിളിച്ചിട്ട് വളരെ സ്വകാര്യമായിട്ട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ താടി വെച്ച് നടന്നിരുന്നു, അതുപോലെ തന്നെ നിര്യാണിന്റെ മേലെ ഡാൻസ് ധരിച്ച് നടന്നിരുന്നു, നല്ല ചെറുപ്പക്കാരനും. കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾ ക്ലീൻ സേവ് ചെയ്തിറങ്ങി. ചോദിച്ചു, എന്തിനാ മോനെ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഈ സുന്നത്ത് കളഞ്ഞതും? ഒന്നുമല്ല, വീട്ടുകാരത്തിന്റെ താല്പര്യം മാനിച്ചു ചെയ്തതാണ്. മറുപടി, വീട്ടുകാരത്തിയുടെ താല്പര്യം മാനിച്ചു ചെയ്തതാണ്. ഇതാണ് പെൺഭ്രമം. ഇതിന് സ്നേഹം നല്ല പേര്, ഇതിന് ഭ്രമം എന്ന പേര്. ഇങ്ങനെ ആയിപ്പോകാൻ പാടില്ല. ദീനീ കാര്യങ്ങളിൽ അവരോട് ഭ്രമം മൂത്തിട്ട് ദീനീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചക്ക് മുതിരുന്ന ഒരു ചുറ്റുപാട് പാടില്ല. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് പ്രഖ്യാപിച്ചത്, മാ തറക്തു ബഅദീ ഫിത്നതൻ വറഅ അൽ-റിജാലി മിനൻ നിസാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം തബ്റാനി ഉദ്ധരിക്കുന്ന ഹദീസ്, മാ തറക്തു ബഅദീ, എന്റെ ശേഷം ഞാൻ ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകുന്നില്ല, ബാക്കി വെച്ച് പോകുന്നില്ല. ഫിത്നതൻ വറഅ അൽ-റിജാൽ, ഇച്ഛാശക്തിയുള്ള പുരുഷന്മാരുടെ മേൽ ഒരു മഹാദുരന്തമായിട്ട്, ഏറ്റവും പ്രയാസകരമായ ദുരന്തമായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകുന്നില്ല. മിനൻ നിസാൽ, പെണ്ണ് എന്ന ദുരന്തത്തെക്കാൾ വലിയ ഒരു ദുരന്തം ഇവിടെയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുവിധ ആദർശബോധക്കാരെയും ഒരുവിധം നല്ല മനുഷ്യന്മാരെയും ഒക്കെ വഴിതെറ്റിക്കും ഈ പെണ്ണ്. ശരിയല്ലേ? അത് നന്നാകാൻ അനുവദിക്കൂല. പല സാഹചര്യങ്ങളും ഉണ്ടാകും. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ഖത്തറിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. അയാൾ സൂറത്തുൽ വാഖിയയുടെ സീഡി കേട്ടിട്ട് ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. അദ്ദേഹം താടി വെച്ചു. അദ്ദേഹം അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ആളാണ്. ഒരു തൊപ്പി ധരിച്ചു. അതുപോലെ തന്നെ നെരിയാണിയുടെ മുകളിലേക്ക് പാൻസ് ധരിച്ചു. എല്ലാമായി പാൻസൊക്കെ അദ്ദേഹം ശരിക്കും നെരിയാണിക്ക് അളവെടുത്തിട്ട് വെട്ടിമുറിച്ചു. ഇയാൾ പറയുന്ന സങ്കടം എന്താണെന്നറിയോ? നല്ല സന്തോഷമായിരുന്നു ഉസ്താദെ, ആ സീഡി കേട്ട് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് മുതിർന്നു. നരകത്തിന്റെ വിശദീകരണം കേട്ടപ്പോ എന്റെ ഉള്ളു കുലുങ്ങി. ശരിക്കും മാറാന്ന് തീരുമാനിച്ചു. മാറി ഒരു കൊല്ലം സന്തോഷത്തോടെ നടന്നു. എല്ലാവരും സ്വാഗതം ചെയ്തു. പക്ഷെ പുരേ പോയപ്പോ എല്ലാം തകർന്നു ഉസ്താദെ. വീട്ടിൽ ലീവിന് പോയപ്പോ തകർന്നു. എന്താ കാരണം? നാട്ടിൽ ഞാൻ ചെന്നിറങ്ങിയതോടുകൂടെ ആളുകളൊക്കെ പറയുന്നത് ഇവന് ഭ്രാന്താണ്. അങ്ങനെയാണ് ഒരു മനുഷ്യനെ നന്നാകാൻ നമ്മൾ അനുവദിക്കൂല. ഒരു മനുഷ്യനെ നന്നാകാൻ നമ്മൾ അനുവദിക്കൂല. നല്ല നിലക്കൊരു മനുഷ്യൻ നടക്കട്ടെ എന്ന് കരുതിയാൽ ഉടനെ പറയും അയാൾക്ക് ഭ്രാന്താണെന്ന്, സുഖല്ലാം ഉടനെ പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഞാൻ ഈ ആരോപണവും ഈ ഒരു പരിഹാസവും സഹിച്ചത് എന്റെ ഭാര്യാ കുടുംബത്തിൽ നിന്നാണ്. ഭാര്യയിൽ നിന്ന്, ഭാര്യാ കുടുംബത്തിൽ നിന്നും. കാരണം അവൾ അടിപൊളിക്കാരിയാണ്. അവൾക്കെന്റെ വേഷങ്ങളോടും അവൾക്കെന്റെ സംസ്കാരങ്ങളോടും ഒത്തുപോകാൻ കഴിയുന്നില്ല. വല്ലാതെ വിഷമിച്ചുപോയി. ഈ സഹോദരൻ പറയുന്നു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭാര്യയോടുള്ള സ്നേഹം ഭ്രമമായി മാറിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. പെണ്ണ് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഇച്ഛാശക്തിയുള്ളത് കൊണ്ട് അദ്ദേഹം തകർന്നിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിനും കൂടെ ദീനീ ചുറ്റുപാടിലേക്ക് മാറാനുള്ള മനസ്സ് പടച്ചവനാണ് ഹിദായത്ത് കൊടുക്കുന്നത്. പടച്ചവനെ നീ നൽകണേ അല്ല, നീ നൽകണേ അല്ല. ഞങ്ങളുടെയൊക്കെ കുടുംബത്തെ നീ നന്നാക്കി തരണേ. സുഹൃത്തുക്കളെ, എത്ര വലിയ ദജ്ജാലിന്റെ കൂടെയും ജീവിച്ചാലും ഒരു കുഴപ്പവും പറ്റില്ല. ഖുർആൻ സാക്ഷിയല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്നത് ഓരോന്നും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ കൊണ്ട് സ്ഥിരീകരിക്കാനാവുന്ന സംഗതികളാണ്. സൂറത്തു തഹരീമിൽ എത്ര വലിയ ദജ്ജാലിന്റെ കൂടെ നിന്നാലും മനുഷ്യൻ പിഴക്കൂല എന്നുള്ളതിന് കാരണം പറയുന്നുണ്ട്. അത് എത്ര വലിയ ദജ്ജാലാണെങ്കിലും ശരി, പെണ്ണെത്ര മോശക്കാരിയാണെങ്കിലും ആണ് പിഴക്കണമെന്നില്ല. ആണെത്ര മോശക്കാരനാണെങ്കിലും പെണ്ണ് പിഴക്കണമെന്നില്ല. രണ്ടും നമുക്ക് അനുഭവങ്ങളിൽ തന്നെ കാണാം. സൂറത്തു തഹരീരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു.
ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സൂറത്തു തഹ്രീമിന്റെ 10-ാം വചനം എന്താ പറഞ്ഞത്? ഇച്ഛാശക്തിയുള്ള ആദർശബോധമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിതാ നല്ല ഒരു ഉദാഹരണം. വറബല്ലാഹു മസല, അല്ലാഹ് പഠിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം ഇതാ വിവരിച്ചു തന്നിരിക്കുന്നു. ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്കായി. ലില്ലദീന കഫറൂ, സത്യനിഷേധികളുടെ ഒരു ഉദാഹരണം ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു അല്ലാഹു. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. എന്താണത്? ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. എത്ര മോശപ്പെട്ടവരായിരുന്നു ഇവർ രണ്ടുപേരും. എന്നിട്ട് നൂഹ് നബിക്കോ ലൂത്ത് നബിക്കോ റേസിയോ ഇല്ല. പെണ്ണെത്ര മോശപ്പെട്ടാലും ആണ് നാറണമെന്നില്ല. ഇച്ഛാശക്തിയുണ്ടെങ്കിൽ, ആദർശബോധമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, തീരുമാനമുണ്ടെങ്കിൽ, ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹാ 10-ാം വചനം കഴിഞ്ഞ് 11-ൽ അതാ പറയുന്നത്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങളുടെ ഉദാഹരണം എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടോളൂ. ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യ ആസിയ ബീവി അതിന് വ്യക്തമായ ഉദാഹരണമാണ്. ആസിയ ബീവി ജീവിച്ചത് എവിടെയാ? ഫറോവയുടെ കൊട്ടാരത്തില്. ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞ ആയിഷ ബീവി ഫറോവയുടെ മുഴുവൻ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആയിഷ ബീവിയിൽ നിന്ന് കുഫ്റല്ല വന്നത്, ഈമാനാണ് വന്നത്. ആസിയ ബീവിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞു, മൂസാ റസൂലുള്ളാഹ് പറയാൻ കഴിഞ്ഞു. എന്താ കാരണം? ആസിയ ബീവിക്ക് ഇച്ഛാശക്തിയുണ്ട് എന്നതാണ്. മാപ്പിളക്കനുസരിച്ച് രൂപപ്പെടുന്നത് ആദർശമല്ല. അതുകൊണ്ടാണ് ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നാമത് അപ്പക്കഷ്ണം പെണ്ണാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കാം, ഞാനും എന്റെ പെണ്ണുമായുള്ള ബന്ധത്തില് ഈ പറഞ്ഞ എന്തെങ്കിലും രോഗം എനിക്കുണ്ടോ? അവൾക്ക് വേണ്ടി താടി പഠിച്ചിട്ടുണ്ടോ? അവൾക്ക് വേണ്ടി ഞാൻ ദീനീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്റെ പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ദീനീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഇതായിരിക്കണം ഈ ക്ലാസിന്റെ വിജയം. രണ്ടാമത്തേത് വൽ ബനീൻ. എല്ലാം നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, അതുകൊണ്ട് ചുരുക്കി പറയാം. വൽ ബനീൻ, മക്കളോടുള്ള ഭ്രമം അത് അപകടമാണ്. മക്കളോടുള്ള സ്നേഹം അത് അനുവദിക്കപ്പെട്ടതുമാണ്. മക്കളെ സ്നേഹിക്കേണ്ടാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയൂലല്ലോ. മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? മക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം? മക്കളെ സ്നേഹിക്കണം, എത്രയോ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അഖ്റ ഇബ്നു ഹാബിസ് തമീമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫാത്തിമയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ചുംബിക്കുന്നത് കണ്ടപ്പോ അഖ്റ ഇബ്നു ഹാബിസ് തമീമി ആ സദസ്സിലിരിക്കുന്നുണ്ട്. മഹാനവർകളെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അഖ്റ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നലി അശ്റതൻ മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും അഹദാ. നബിയെ, 10 മക്കളെ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നിനെപ്പോലും ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല. ഒരു കുട്ടിയെപ്പോലും പിടിച്ച് ഞാൻ ചുംബിച്ചു നോക്കിയിട്ടില്ല നബിയെ എന്ന് പറഞ്ഞു. നിങ്ങൾ കുട്ടികളെ ചുംബിക്കേ നബിയെ എന്ന്. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റയുടെ മുഖത്തേക്ക് സഹദാബത്തിന്റെ ഒരു നോട്ടം നോക്കി. ഇത് കേട്ടപ്പോ സഹദാബത്തോടുകൂടെ സിമ്പതിയോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹം. കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടുകയും ഇല്ല. കുട്ടികളോട് കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം, വാത്സല്യം കാണിക്കണം, അവരോടെ തിരിച്ച് പടച്ചവൻ കരുണ കാണിക്കുള്ളൂ. മല്ലാ യർഹമു ലാ യുർഹം. സ്നേഹിക്കാൻ അറിയൂല എന്നാണോ നീ പറയുന്നത്? ഞാൻ ഇപ്പൊ ബാപ്പയാവുമ്പോ എങ്ങനെ കുട്ടികളെ എടുക്കുക? ബാപ്പയാവുമ്പോ എങ്ങനെ കുട്ടികളെ മൂത്രച്ചിട്ടുണ്ടെങ്കിൽ കൈകി കൊടുക്കുക? ബാപ്പയാവുമ്പോ എങ്ങനെയാ കുട്ടികളെ എടുത്ത് ചുംബിക്കുക, കുട്ടികളെ കളിപ്പിക്കുക? ഞാൻ ബാപ്പയല്ലേ എന്ന് കരുതിയിട്ട് ബാപ്പത്താനും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ളൊരു മറുപടി അത് അല്ലെ? അങ്ങനെ കുറെ ആളുകളുണ്ട്.
അവരവരുടെ കൊലായിൽ പൂമുഖത്തേണ്ടി ഇരുന്നാൽ പിന്നെ വീട്ടിലൊന്നും ഒരു മൂക്കിലെ ചൂള കേൾക്കാത്തൊരു അടക്കി ഭരിക്കുന്ന ചില വാപ്പമാരുണ്ട്. ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച വാപ്പമാരല്ല. മക്കളോട് സ്നേഹം നൽകണം. മക്കൾക്ക് ധാരാളം സ്നേഹം നൽകണം. ഇൽഫത്തോട് അങ്ങേറ്റത്തെ ഇൽഫത്തിൽ സ്നേഹത്തിലാണ് മക്കളുമായിട്ട് വർത്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമെ രണ്ട് തോളിൽ വെച്ച് കളിപ്പിച്ച സമയത്താണ്. അവരെങ്ങനെ ചാടിച്ചു കളിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ചോദ്യം ചെയ്യുന്നത്. റസൂലുള്ള പറഞ്ഞു, ഉമറേ, ഞാൻ റസൂലുള്ളാഹിയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിലോ എന്നാ കുട്ടികളോട് ചോദിച്ചത്. ഞാൻ റസൂലുള്ളാഹിയാണ്, ഒക്കെ ശരിയാണ്, പക്ഷേ ഇവർക്ക് ഞാൻ വല്ലിപ്പയും കൂടെയാണ്. അതുകൊണ്ട് ഇവരെ കളിപ്പിക്കാനുള്ളത്, താലോലിക്കാനുള്ളത്, ഉമ്മവെക്കാനുള്ളത് ഞാനാണ്. പ്രിയപ്പെട്ട ഉമറേ, അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോകണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മക്കളോട് സ്നേഹം കാണിച്ച് പഠിപ്പിച്ചു തന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ വിമർശിച്ചയാളല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇങ്ങനെ കുറെ വാപ്പാരുണ്ട് അല്ലേ? മക്കളൊക്കെ എങ്ങനെയാണ് വരികയാണെങ്കിൽ പൂമുഖത്ത് കൂടെ ഒന്നും മക്കൾ കയറൂല, അടുക്കളയിൽ കൂടെ മക്കൾക്ക് എപ്പോഴും പാസുള്ളൂ. കാരണം നമ്മളും മകനും കൂടെ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത്. എന്നാലും അടുക്കളയിൽ കൂടെ പോകുമ്പോൾ മോനോട് നമ്മൾ എന്തേ മോനെ, ഇവിടെ വെച്ച അടുക്കള ഒന്നും അല്ല, പൂമുഖത്തൊരു സാധനം ഉണ്ട്, നിങ്ങൾ അതിൽ പോയിക്കോളി, ഞാൻ ഇതിലെ വരാന്ന് പറഞ്ഞാൽ അച്ചുറ്റുപാടിലേക്ക് വാപ്പ മാറിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മിനി വന്യമൃഗത്തിന്റെ സ്റ്റൈലിൽ ഭരണം നടത്തുന്നവനല്ല വീട്ടുനാഥൻ. സ്നേഹത്തോടുകൂടെ ഭരണം നടത്തുന്നവനാണ് വീട്ടുനാഥൻ. മിണ്ടൂല. മക്കൾക്ക് വാപ്പനെ കണ്ട മക്കൾ മൂത്രമൊഴിക്കണം, അപ്പോഴാണ് വാപ്പ വാപ്പയാകുന്ന വാപ്പാന്റെ ധാരണ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സ്നേഹം കൊടുത്ത് വളർത്തണം മക്കളെ എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഇതിനൊരു കുഴപ്പം കേട്ടോ, ഉറപ്പാണ്. ഇങ്ങനെ മക്കളെ കാണുന്നിടത്ത് മക്കൾ ഇങ്ങനെ മൂത്രമൊഴിച്ച് ഇങ്ങനെ ശീലിപ്പിച്ചാല് ഈ മക്കള് മരിച്ചു കിടന്നാൽ നിങ്ങളെ കബറിന്ന് വരാൻ പേടിക്കും. കാരണം മൂടലിൽ പൊന്നിച്ച് കല്ലോ വാപ്പാന്ന് പേടിച്ചിട്ട് ഒന്ന് സിയാറത്തും കൂടെ ചെയ്യില്ല. ഇങ്ങനെ നമ്മള് ധിക്കാരപൂർവ്വമുള്ള ഒരു ഭരണം. അങ്ങനെ എല്ലാ രംഗത്തും ഉണ്ട്. അത് ഭാര്യമാരോടുണ്ട്, കുട്ടികളോടുണ്ട്. ഭാര്യമാരോട് പകൽ സമയത്ത് ചിരിക്കാത്തവരുണ്ട്, മിണ്ടാത്തവരുണ്ട്. ഒക്കെ മൂപ്പര് ഫുൾ സീരിയസിലാണ്. എപ്പോഴും മൂപ്പര് ഫുൾ സീരിയസാണ്. രാത്രി മാത്രമേ ഒരു അൽഫായുള്ളൂ. ഈ നിലപാടൊന്നും അവസാനിപ്പിക്കണം. കാനമിൻ അഫ്ഖഹിന്നാസി മഅനിസായിഹി, നമുക്ക് മാതൃക മുഹമ്മദ് റസൂലുള്ളാഹിയിലാണ്. അതിനുവേണ്ടി പറഞ്ഞു പരമ്പരാഗതമായ കുറെ ശൈലികളുണ്ട്, അത് ഒഴിവാക്കിയേ പറ്റും. പരമ്പരാഗതമായ കുറെ ശൈലികൾ, അത് ദീനിന്റെ തെളിവായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നതല്ല. പരമ്പരാഗതമായി ഇങ്ങനെ എടുത്തു പേറി വരുന്ന കുറെ ശൈലികളുണ്ട്, അത് മാറുക തന്നെ വേണം. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, മക്കളെ സ്നേഹിക്കണം, മക്കൾക്ക് മുത്തം നൽകണം, മക്കളെ താലോലിക്കണം. പക്ഷേ ഓവറാകരുത്, ഭ്രമമായി പോകരുത്. ഭ്രമമായി പോയാൽ മക്കളെ അനിസ്ലാമികമായ ഒരു സൗകര്യം വീട്ടിലേർപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതിന് വാപ്പ ഇഷ്ടല്ലാതെ, മനസ്സിന് ഇഷ്ടല്ലാതെ മക്കൾ വേദനിക്കണ്ടെന്ന് കരുതി വാപ്പ അതിന് അനുവദിക്കേണ്ടി വരും. അവിടെയാണ് ഭ്രമമാകരുത് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് മക്കൾക്ക് അബദ്ധസഞ്ചാരത്തിന് വാപ്പ തന്നെ പോക്കറ്റ് മണി കൊടുക്കുന്ന കാലഘട്ടം വരാം. മക്കൾക്ക് അനാവശ്യങ്ങൾക്ക് വേണ്ടി കാശ് കൊടുക്കുന്നു, വാപ്പ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. എന്താ കാരണം? മക്കൾ എന്നോട് പണം കണ്ടാന്ന് കരുതിയിട്ട്. എത്ര ഉപ്പമാര്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഉപ്പമാര് കൊടുക്കുന്ന കാശ് കൊണ്ട് മക്കൾ തോന്നിയാസം ചെയ്യുകയാണ്. തോന്നിയാസ ഫിലിമുകൾ സംഘടിപ്പിക്കുകയാണ്, ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു വിരോധവുമില്ല. അശ്ലീല പുസ്തകങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനൊരു വിരോധവും ഈ ഉപ്പക്കില്ല, ഉമ്മക്കില്ല. ഞാൻ പറയുന്ന നാളെ ഈ മക്കള് മിനിയാന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ചെയ്തു കൊടുത്ത മക്കൾ നമുക്കെതിരെ മുദ്രാവാക്യം വിളിക്കും. റബ്ബനാ അരിനല്ലതൈനി അവല്ലാനാ എന്ന് പറയുമ്പോഴാ നമ്മൾ വിരൽ കടിക്കുക. ആ ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കണ്ണു തുറന്നോ. നാളെ പരലോകത്തേക്ക് പോകണമെന്ന ബോധമുണ്ടായിക്കോ. മരിച്ചു പോകണമെന്ന ബോധമുണ്ടാവണം. എങ്കിലേ രക്ഷപ്പെടൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓവറായി മക്കളോടുള്ള സ്നേഹം ഭ്രമമായാൽ നീതി നിഷേധിക്കപ്പെടും. മക്കളോടുള്ള സ്നേഹം ഭ്രമമായി മാറിയാൽ ചിലപ്പോൾ നീതി നിഷേധിക്കപ്പെടും. 4 മക്കളുണ്ട്, അതിലൊരുത്തനോടൊരു പ്രത്യേക സ്നേഹ.
ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആ സ്നേഹം ഉണ്ടാകുമ്പോൾ നീതി നിഷേധിക്കപ്പെടും. ആ മകന് വേണ്ടിയിട്ട് മറ്റു മക്കളൊന്നും അറിയാതെ വാപ്പ മറ്റു മക്കൾക്ക് കിട്ടരുത് എന്ന ഉദ്ദേശത്തോടുകൂടെ മറ്റു മക്കളുടെ സമ്മതപ്രകാരം ഒരു മകന് കൂടുതൽ കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല. അതേസമയം മറ്റു മക്കൾക്ക് കിട്ടരുതെന്ന് കരുതി ആരെയും അറിയാതെ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് എല്ലാം ഇവര് ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. മക്കള് വാപ്പന്റെ 40 കഴിഞ്ഞ് മുതൽ ഓഹരി ഭാഗത്തിന് വരുമ്പോഴാണ് ചെറിയ മകൻ പറയുന്നത് അതിനൊന്നും ആരും വരണ്ട, അത് എന്റെ പേരിലാണ്, വാപ്പക്ക് ഇവിടെ സ്വത്തില്ല. നോക്കുമ്പോ ആധാരം ഇവന്റെ പേരിലായി മാറിയിട്ടുണ്ട്. തികച്ച അനീതിയാണിത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഒരുപക്ഷെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഇവനായിരിക്കും മരുന്നെത്തിച്ചത്. മറ്റുള്ളവർ നോക്കിയിട്ടുണ്ടാവില്ല. അതൊന്നും ഇതിന് കാരണമാകില്ല. വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. നോക്കാത്ത മകൻ വളരെ വളരെ വലിയ ധിക്കാരിയാണ്, നന്ദി കെട്ടവനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അവന് ഇർസ് തടയാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇത് കാരണമല്ല. അനന്തര സ്വത്ത് അവന് തടയാൻ അതിന്റെ പേരിൽ പറ്റില്ല. അതിന്റെ പേരിൽ നിങ്ങൾ പരലോകത്ത് പിടിക്കപ്പെടും, സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ആരാൻ? ബഷീർ എന്ന് പറയുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ വാപ്പയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ പറയാൻ, എന്റെ വാപ്പ ബഷീർ റളിയല്ലാഹു അൻഹു എനിക്ക് കുറച്ച് മുതൽ ഫ്രീ ആയിട്ട് നൽകി. ആ സമയത്ത് എന്റെ ഉമ്മ അംറ ബിൻതു റവാഹ, എന്റെ ഉമ്മ പറഞ്ഞു, ലാർബ, ഈ ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹത്താ തുഷ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പണിക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷിയാക്കിയെങ്കിലേ ഞാനിത് അംഗീകരിക്കൂ. എന്നിട്ട് റസൂലിന്റെ സമ്മതം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അംറ ബിൻതു റവാഹ അതാ അവരുടെ നിർബന്ധപ്രകാരം എന്റെ വാപ്പ ബഷീർ എന്നെയും കൂടെ കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ഈ കുഞ്ഞിനെ കുറിച്ച് സ്വത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് നിങ്ങളെ സാക്ഷിയാക്കാനാ ഞാൻ വന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ ഫഅൽത ഹാദാ ബി വലദിക കുല്ലിഹിം, നിന്റെ മറ്റു കുട്ടികൾക്കും നീ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ആ ഫഅൽത ഹാദാ ബി വലദിക കുല്ലിഹിം, നിന്റെ മക്കളെ കൊണ്ടൊക്കെ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? എല്ലാവർക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല. അയാൾ പറഞ്ഞു. ഉടനെ തന്നെ നബി പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅ്ദിലൂ ഫീ ഔലാദിക്കും, അല്ലാഹനെ പേടിക്കണം, മക്കളുടെ കാര്യത്തിൽ നീതി പുലർത്തണം കേട്ടോ. ചില മാതാപിതാക്കൾക്കുള്ള കുഴപ്പമാണ് ഇത്. മക്കളോടുള്ള സ്നേഹം എന്നതിലിപ്പോ അപ്പുറം ഏതോ ഒരു കുട്ടിയോടുള്ള ഭ്രമമായി മാറുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് പൈശാചികമാണ്, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. മക്കളോട് മരുമക്കളോട് ഇതിനൊക്കെയിടയിൽ ഈ ഒരു വ്യത്യാസം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഉണ്ടാകാൻ പാടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഉമ്മ വല്ലാതെ ക്ഷീണിച്ച് അവശയായി ഉമ്മയെ ഹോസ്പിറ്റലിൽ എടുക്കണം. ആകെ ഒരു മോനാണുള്ളത്, അവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഇവനോട് നാട്ടുകാരൊക്കെ അവനെ കുറ്റപ്പെടുത്തിയടോ, നിന്റെ ഉമ്മ ഈ കോലത്തിൽ കിടന്നിട്ട് നീ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പൊ ഇവന്റെ മറുപടി, എന്റെ വീട്ടിൽ ദിനം തോറും ഓരോ കോഴിമുട്ട ഇടുന്നുണ്ട് കോഴി. ഉമ്മാന്റെ കോഴി എന്നും ഓരോ മുട്ട ഇടുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ അളിയനാണ് ഉമ്മ കൊടുക്കാറുള്ളത്. അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെയാണ്. അളിയൻ എന്ന് പറഞ്ഞാൽ പങ്ങളെ ഭർത്താവ്. ഇത്തരത്തിലുള്ള ഏറ്റവ്യത്യാസങ്ങള്, ഇത്തരത്തിലുള്ള വകതിരിവുകള് മാതാപിതാക്കൾ മക്കൾക്കിടയിൽ നടത്തരുത്. ഇതിനൊരുപാട് മക്കൾക്കിടയിൽ അനീതി കാണിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പ്രത്യേകിച്ച് അമ്മായി ഉമ്മമാരോടായി കാര്യം പറയേണ്ടത്. കാരണം പെൺമക്കളെ മക്കളോടൊരു സ്നേഹവും ആൺമക്കളെ മക്കളോടൊരു സ്നേഹമാണ്. രണ്ടും ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സ്റ്റെപ്പാണ്. അല്ലെ, മകന്റെ മക്കൾ, മകന്റെ മകൻ, മകളുടെ മകൻ. മകന്റെ മകനാണെങ്കിൽ സ്റ്റെപ്പ് ഒന്ന് മാറിയെന്ന് പറയായിരുന്നു. മകന്റെ മകൾ, മകളുടെ മകൻ. എന്നാലും ഉമ്മക്ക് ഈ മകളുടെ മകളോടൊരു പ്രത്യേക താല്പര്യം. അതെന്താ? മകനോടുള്ള വെറുപ്പല്ല. ഈ മകന്റെ കുട്ടി മകന്റേത് മാത്രമല്ല, അതിൽ വേറൊരാളും കൂടെ ഉണ്ട്. അത് ഉമ്മയുടെ സ്ഥിരം വൈരിയ. അതാ പ്രശ്നം. മരുമകള്, അതാണ് പ്രശ്നം. ഇത് ഉമ്മക്കുണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള അനീതി ഒരു കാരണവശാലും ഒരു ഉമ്മ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് എത്രത്തോളം പഠിപ്പിച്ചു എന്നറിയോ നിങ്ങൾ? മുത്തം നൽകുന്നിടത്തടക്കം, കുട്ടികൾക്ക് മുത്തം നൽകുന്നിടത്തടക്കം, സ്നേഹപ്രകടനത്തിനടക്കം ആകാവുന്നിടത്തോളം നീതി പാലിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നന്നായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അതൊക്കെ പഠിപ്പിച്ചത്.